ലോ കോസ്റ്റ് ഭവന സങ്കല്പങ്ങൾ വീണ്ടും കേരളത്തിൽ കൊണ്ടുവരണമെന്ന് ആലോചിച്ചപ്പോൾ അതിനെങ്ങനെ ബ്രാൻഡ് ചെയ്യാം എന്നുള്ളൊരു ചർച്ചയായിരുന്നു. പലപ്പോഴും ലാറി ബേക്കർ ഭവനങ്ങളെന്നോ അല്ലെങ്കിൽ ശങ്കർ സാറിന്റെ വീടുകളെന്നോ എല്ലാം പറയുന്നതിനപ്പുറത്ത് ഇത് മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് കൂടിയാണല്ലോ. ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിനകത്ത് എങ്ങനെ ഒരു നിർമ്മാണ രംഗത്ത് ഒരു കുറവ് വരുത്താവുന്ന കോസ്റ്റ് എഫക്റ്റീവ്നെസ് കൊണ്ടുവരാവുന്ന പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിച്ചപ്പോൾ ഞങ്ങൾ അതിൻ്റെ ക്യാരക്ടറാണ് ആദ്യം നോക്കുന്നത്. അതിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഭൂമിയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ഈ ഭൂമിയോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന കസ്റ്റമേഴ്സിനും അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. കസ്റ്റമേഴ്സും ഈ ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ക്ലാസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചൊരു സമൂഹത്തിൽ ഡിഗ്നിറ്റിയോട് കൂടിയിട്ട് പണം ചെലവഴിക്കുന്ന അങ്ങനത്തെ ആൾക്കാരാണ് ഇത് വാങ്ങിക്കാൻ വരുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയൊരു പേര്, അതിനെ നമുക്ക് ഡൗൺ ടു എർത്ത് എന്ന് ബ്രാൻഡ് ചെയ്യാന്നുള്ളത്. ഡൗൺ ടു എർത്ത് എന്നുള്ളത് ഇവിടുത്തെ താമസക്കാരുടെ അല്ലെങ്കിൽ ഇവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ ഏറ്റവും വലിയ ക്യാരക്ടറായിരിക്കും, ഏറ്റവും വലിയ സ്വഭാവ സവിശേഷതയായിരിക്കും. അതേപോലെ തന്നെ ഭൂമിയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് ഈ പ്രൊജക്റ്റിൻ്റെ നിർമ്മാണത്തിനോട് ഞങ്ങൾ അവലംബിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ടെക്നോളജിക്കൽ പാർട്ടായിരിക്കും. ഇപ്പോൾ എല്ലാ കാരണങ്ങൾ കൊണ്ടും കസ്റ്റമേഴ്സ് ആയിട്ടാണെങ്കിലും നിർമ്മാണ രീതിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും അല്ലെങ്കിൽ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ലൊക്കേഷനുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഇത് ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അതുകൊണ്ടാണ് അസറ്റ് ഹോംസ് ഡൗൺ ടു എർത്ത് എന്ന പേരിൽ അഫോർഡബിൾ ഹൗസിംഗ് രംഗത്ത് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ഡൗൺ ടു എർത്ത് സീരീസിലെ അസറ്റ് ഹോംസ് ഇപ്പോൾ 2 പ്രോജക്റ്റുകളാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഒന്ന് എറണാകുളത്ത് കാക്കനാടും മറ്റൊന്ന് കോട്ടയത്ത് മാധവൻപടിയിലുമാണ്. ഇനിയും ഇത്തരം നല്ല പ്രോജക്റ്റുകൾ, ഇത്തരം സുഖകരമായിട്ട് എൻഡ് യൂസേഴ്സ് താമസിക്കാൻ കഴിയുന്ന കാറ്റഗറിയിലുള്ള ഡൗൺ ടു എർത്ത് സീരീസ് പ്രോജക്റ്റുകൾ അസറ്റ് ഹോംസിൽ നിന്ന് ഇനിയും മറ്റു ടൗണുകളിലും നമുക്ക് പ്രതീക്ഷിക്കാം.